അയ്യോ, അപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളെ ഒരിക്കലും അവഗണിക്കപ്പെടേണ്ടവരല്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തിയാണ്, ദുർഗയാണ്, ദേവിയാണ്. ഉദാഹരണത്തിന് നമ്മുടെ മാനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നാം ദുർഗയായി മാറണം. നമ്മളെ നിന്ദിച്ച് പിന്തള്ളുമ്പോൾ നാം ശക്തിയായി മുന്നേറുന്നു. നമ്മുടെ ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യം വരുമ്പോൾ നാം ദൈവികതയുടെ പര്യായമായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീയാണ് എല്ലാം. സ്ത്രീ മാത്രമാണ് പൂർണ്ണത. സരോജിനി, ഒരു സംശയം ചോദിച്ചോട്ടെ? നമുക്ക് നമ്മുടെ ഭർത്താവും മക്കളോണെല്ലാം, എന്നാലും നമുക്ക് ഒരു സ്വാതന്ത്ര്യവും അനുവദിച്ചു തരാത്ത ഭർത്താവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ അതിജീവിക്കുക? കഷ്ടം. സ്ത്രീയുടെ അനന്തമായ കഴിവുകളെ കുറിച്ച് സ്ത്രീ തന്നെ അറിയുന്നില്ലല്ലോ. ഹോ, നോക്കു സുമതി, എന്റെ ഭർത്താവിനെ നിങ്ങളൊക്കെ അറിയുമല്ലോ. പക്ഷേ നിങ്ങൾ ആരും അറിയാത്തൊരു മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തൊരു മുൻകോപി, സ്ത്രീയെ മാനിക്കാത്തനായിരുന്നു അദ്ദേഹം എന്നറിയാമോ? ദൈവികമായൊരു സ്നേഹം, അത് ഒന്നുകൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റിയെടുത്തു. സുമതി ഇന്നു മുതൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കുളിക്കാൻ ചൂടുവെള്ളം തയ്യാറാക്കി കൊടുക്കുക. അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് സദാ വേവലാതിപ്പെടുക. ചുരുങ്ങിയ നാൾക്കുള്ളിൽ അദ്ദേഹം നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് കാണാം. വന്ന് വന്ന് മലയാളം കൂടി വായിക്കാൻ പറ്റാണ്ടായി തുടങ്ങിയല്ലോ. എന്താ രാമനായരെ, സുഖം തന്നെയാണോ? അങ്ങനെ അങ്ങ് പോകുന്നു. ബാസിയുടെ വിസക്കാര്യൊക്കെ എന്തായി? അതിന്റെ കാര്യം മാഷിനോട് പറയാനാ വന്നത്. ആ ഏജൻസി മാഷിന് നേരിട്ടറിയാം. മാഷ് പറഞ്ഞ കാര്യം സീരിയസ് ആയിക്കോളൂ. ഇങ്ങനത്തെ ഓരോരോ ആവശ്യങ്ങൾക്കായി ഓരോരുത്തർ വന്നാ അദ്ദേഹം നിന്ന് തിരിയാൻ തീരെ സമയമില്ല. എന്നാലും ഇതൊക്കെ ചെയ്യുമ്പോഴേ ഭയങ്കര സംതൃപ്തി അദ്ദേഹത്തിന്. ഇതൊക്കെ കാണുമ്പോ എന്റെ മനസ്സങ്ങോട്ട് നിറയും. പ്ലീസ് സിറ്റ് ഓൺ ദാറ്റ് പ്ലീസ്. ഇംഗ്ലീഷ് അറിയില്ലല്ലേ? അവിടെ ഇരുന്നോളാൻ. പൂവർ മാൻ. ആഹാ, ഇത്രേ ആയുള്ളൂ? വയ്യ സരോജിനി, അനങ്ങുമ്പോഴേക്ക് കിടക്ക. അയ്യടാ ഒരു കിതപ്പ്. അതെ, ആ ട്രീസയുടെ ലൈനിയുടെ ഹസ്ബൻഡിനെ ഒന്ന് കാണണം. എന്റെ ഒരു വിധി. പിന്നെ ആ രാമനായർ വന്നിട്ടുണ്ട്. നിർത്തണ്ട. ഇത് മുഴുവൻ അരച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് കുറച്ച് തുണി കിടപ്പുണ്ട്. അത് മുഴുവൻ വാഷ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് വന്നാ മതി. രാമനായർ ഞാൻ മാനേജ് ചെയ്യുന്നോളാം. തുടങ്ങിക്കേ. സോറി രാമനായരെ, അദ്ദേഹം എക്സസൈസ് ചെയ്തോണ്ടിരിക്ക. ഇപ്പൊ കൈന്റെ ബലത്തിലുള്ള എക്സസൈസ് ആയിട്ടുള്ളേ. ഇനി കാലിന്റെയും വയറിന്റെയും ഒക്കെ ബാലൻസ് എടുക്കുക. എല്ലാം തീർത്തിട്ട് ഇനി അദ്ദേഹം പുറത്തേക്ക് വരികയുള്ളൂ. ഏതായാലും രാമനായർ ഇപ്പൊ പോയിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാ മതി. അപ്പൊ പിന്നെ എല്ലാം റെഡിയാവും കേട്ടോ. ഓക്കെ, ശരി, അങ്ങനെ ആയിക്കോട്ടെ, പോയിക്കോളൂ. മോനെ ശുക്കൂറേ. എന്താണ് മജീദ്? അന്റെ ബാപ്പ എവിടാ? ബാപ്പ നമ്മുടെ വീട്ടിലെ വേലക്കാരിയായിട്ട് സിനിമക്ക് പോയി. അല്ലാ, എന്റെ പടച്ചോനെ, നമ്മളത് അറിഞ്ഞില്ലല്ലോ. ഉമ്മാനോട് പറഞ്ഞെന്നും പറഞ്ഞല്ലേ സിനിമക്ക് പോയത്. എന്റെ റബ്ബേ, ഈ എന്താടാ പോക്കറ്റില് തപ്പണത്? ഏയ് ഒന്നുമില്ല മജി. നോക്കട്ടെ. എന്റെ അല്ലോ, ലവ് ലെറ്ററാ. ഞാൻ വായിക്കട്ടെ. പ്രിയപ്പെട്ട നാരിക്ക്. എന്താടാ? അല്ല മച്ചി, പ്രിയപ്പെട്ട നാദിരക്ക് എഴുതിയതാ, അങ്ങനെ ആയിപ്പോയി.
നീ നാളെ കക്കൂസിന്റെ പുറകിൽ വാരണം, ഞാനും വരും. അയ്യേ, എന്താടാ ഇത്? അല്ല, ഞാൻ നാളെ കക്കൂസിന്റെ പുറകെ വരും, നീയും വരണമെന്ന് എഴുതിയതാ, അങ്ങനെ ആയിപ്പോയി. എന്റെ ഉമ്മാച്ചിയും ബാപ്പ പിച്ചിയും മാത്രമേ ഉള്ളൂ. എന്താടാ ഇത്? അല്ല, എന്റെ ഉമ്മച്ചിയും ബാപ്പച്ചിയും എഴുതിയത്, അങ്ങനെ ആയിപ്പോയി. കത്ത് ചിരിക്കുന്നു. അല്ല ഉമ്മച്ചി, കത്ത് ചുരുക്കുന്നു എഴുതിയത്, അങ്ങനെ ആയിപ്പോയി. മോനെ ഇത് പിടിക്കേ. ഉമ്മ ഒരു കാര്യം പറയട്ടെ. കാര്യമാണോ? അല്ലേ, ഇങ്ങനെ പോയാലും മോൻ നാദിരനെ അല്ല ഷക്കീലാണ് വരെ പ്രേമിക്കും. ഞാൻ പോട്ടെ. എങ്ങടെ ഷക്കീലിനെ പ്രേമിക്കാൻ? എനിക്ക് കണ്ടിട്ട് മതിയായില്ലോ. ഓ, സ്ഥലം മാറിപ്പോയോ? ഈ പരമൻ മുതലാളിയുടെ വീട് ഏതാ? പരമൻ മുതലാളിയോ? വൺ മിസ്റ്റർ വേലായുധന്റെ മകൻ. ഇവിടെ 2-3 വേലായുധന്മാരുണ്ട്. അവരിലാർക്കും പരമ മുതലാളി എന്നൊരു മോൻ ഇല്ലല്ലോ. അത് പിന്നെ വൺസ് അപ്പോൺ എ ടൈം ആ വേലായുധൻ ഈ കോക്കൻ ട്രീയിൽ സ്റ്റെപ്പായി ഹൈറ്റിലേക്ക് ജമ്പ് ചെയ്ത് ദാറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ്. അണ്ടർസ്റ്റാൻഡ്? എടാ, ഇത് നമ്മുടെ തെങ്ങ് കയറുന്ന വേലായുടെ കാര്യ പറയണേ. കറക്റ്റ് അല്ല, എന്നാ കറക്റ്റുമാണ്. വേലായുധന് പരമൂന്നൊരു മോനുണ്ട്. അവൻ നാടോട്ട് ദുബായിലല്ലേ, അവനെന്നാ മുതലാളിയായത്? നോ 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 നോ, ദുബായിലും അബുദാബിയിലും ഷാർജയിലും അദ്ദേഹത്തിന് ഒരുപാട് കമ്പനികളുണ്ട്. അവിടെ എല്ലാരും അദ്ദേഹത്തെ പരമ മുതലാളി എന്നല്ല വിളിക്കുന്നേ. ആഹാ, അങ്ങനെയാണോ? പിന്നെ മുതലാളി എന്നല്ലാതെ എന്നെ അവിടെ ആരും വേറെ ഒന്നും വിളിക്കാറില്ല. മുതലാളി എന്നെ കണ്ടാ തോന്നത്തില്ലായിരിക്കും, ബട്ട് ഐ ആം മിസ്റ്റർ പരമ മുതലാളി. ആട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നാളെ മുതൽ നിങ്ങൾ എന്നെ പരമ മുതലാളി എന്ന് വിളിക്കണം. ചോദിക്കുന്ന പൈസ തരാം. അണ്ടർസ്റ്റാൻഡ്? പരമ മുതലാളിയേ, നിർത്തണ നിർത്താൻ. നമസ്കാരം ടീച്ചർ, ഞാൻ സന്ധ്യാവിഷൻ ചാനലിൽ നിന്ന് വരികയാണ്. നമസ്കാരം. ടീച്ചറെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ചെയ്തോളൂ. ടീച്ചറുടെ പേരെന്താ? കലാമണ്ണിലെ ഋതു ചടല താളലയ മൃദുല സരസമ്മ. ഇതെന്തു സാധനം? അതെ, സരസമ്മ എന്നുള്ളത് എന്റെ പേരാ. പിന്നെ ബാക്കി അവാർഡുകളും ഫെലോഷിപ്പുകളും ഒക്കെയാണ്. അല്ല, ടീച്ചർ എന്തൊക്കെയാ ഇവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ ഇവിടെ ഭരതനാട്യം, കുച്ചിപ്പുടി, മണിപ്പൂരി, പാനിപ്പൂരി, ബേൽപൂരി, പിന്നെ മോഹിനിയാട്ടം, അഴിഞ്ഞാട്ടം, കൂടിയാട്ടം, തിരിഞ്ഞാട്ടം, മറിഞ്ഞാട്ടം, അങ്ങനെ പല ആട്ടങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അല്ല, ഈ കൂടിയാട്ടം അഴിഞ്ഞാട്ടം എന്നൊക്കെ വെച്ചാൽ എന്തുവാ? അതെ, ഈ കൂടിയാട്ടം എന്ന് പറയുമ്പോഴേ ഈ കുട്ടികളെല്ലാരും കൂടി ഇങ്ങനെ കൂടിയാടുക. അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോ മുടി ഇങ്ങനെ അഴിഞ്ഞു വീഴും, അത് മുടിയാട്ടം. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ ഓരോന്ന് അഴിഞ്ഞഴിഞ്ഞ് വീഴും, അത് അഴിഞ്ഞാട്ടം. ഈ അഴിഞ്ഞാട്ടത്തിനാണ് എനിക്ക് സ്റ്റുഡൻസ് വളരെ കൂടുതൽ. പിന്നെ ഞാനേ ഒരു പുതിയ ഐറ്റംസ് കൂടെ ചേർത്തിട്ടുണ്ട്, അത് ക്യാബറേ. ടീച്ചർ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചൊരു കുട്ടിയുടെ ക്യാമറ കണ്ടാ കൊള്ളാന്നുണ്ട്. ഓ, കാണാലോ. മോളയുടെ ഡിവാഡി. ഡിവാഡിയോ? ഏർവാടിയുടെ മോളാ. ഈ ഡ്രസ് ഇട്ടിട്ടാണോ ക്യാബ്രേ? പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചു, തുണിയില്ലാതെ കളിക്കുന്നോ? ഞാൻ എന്റെ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അവരാരും അങ്ങനെ അഴിഞ്ഞാടത്തുമില്ല. മോൾ ഇതിനു മുമ്പ് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, സമ്മാനം. വെക്കണ വിചാരിയുള്ളൂ. സമ്മാനം. നീ ഒന്നും പറയണത്, നീ അങ്ങോട്ട് അഴിഞ്ഞാട്.
വിക്രമ